പക്വതയുള്ളവരായിരിക്കും. ഒരിക്കലും നമ്മുടെ മക്കൾ അഹങ്കാരികളോ അധർമ്മികളോ ആകാതിരിക്കാൻ ഈ ഭാനുമതി ഇമ വിട്ടാതെ നോക്കും. ദുര്യോധന, നിന്റെ പ്രേയസി പറഞ്ഞു വന്നത് നീ അങ്ങനെയൊന്നും അവൾ പറഞ്ഞില്ലല്ലോ അമ്മാവ. പറയാതെ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ജനിക്കുന്ന മക്കളെ കുറിച്ചാണ്, പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ചും. ദുര്യോധന, നീ ഇതൊന്നും കേട്ടിട്ട് അദ്ദേഹത്തിന് ഒന്നും തോന്നില്ല. കാരണം അദ്ദേഹം ദുര്യോധനനാണ്, ഗാന്ധാരി പുത്രൻ. ഗാന്ധാരം എന്ന സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഹസ്തിനപുരത്തിന്റെ നന്മയ്ക്കായി ചിലത് സമ്മാനിക്കാൻ വന്ന ശകുനി അമ്മാവന്റെ മരുമകൻ. ഇനിയും പകിട ഉരട്ടി ഇദ്ദേഹത്തെ ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തിക്കോളൂ. പക്ഷേ അത് എന്റെ സാന്നിധ്യത്തിൽ വേണ്ട. നല്ല ചുടയുള്ള പെണ്ണ് ഭാനുമതി ഭാര്യയായി വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അഭിമാനിക്കാം. പ്രഥമ മരുമകനായി പോയി. അല്ലെങ്കിൽ അമ്മാവനാകെ കോപാകുലാണല്ലോ. ഭാനുമതിയുടെ വാക്കുകൾ ഒരർത്ഥത്തിൽ സത്യമല്ലേ അമ്മാവ? എനിക്കൊന്നും കേൾക്കണ്ട. ജീവിതത്തിൽ ആകെ തോറ്റു തുടങ്ങാനാണോ നിന്റെ ഭാവം? അമ്മാവൻ ഉദ്ദേശിച്ചത്? മകനെ, ബോധപൂർവം മറക്കുകയാണോ നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ? എന്നെ വെറുതെ കുറ്റപ്പെടുത്താതെ കാര്യം എന്താണെന്ന് പറയും. മകനെ, അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ചുണ്ടായ മാനക്കേട്, കൃഷ്ണയുടെ പരിഹാസച്ചിരി, അർജുനന്റെ പുച്ഛഭാവം, മൃഗോദരന്റെ പരിഹാസം ഒക്കെ